ഇവിടെ പുറത്തെടുക്കണ്ട. നിത്യ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മിണ്ടാതൊരു ഭാഗത്തിരിക്കുന്നതാ നല്ലത്. അല്ലെങ്കിൽ ആണ്ടി മേടിക്കുന്നേ. ഇതൊരു മരണവിട. ആ ബോധം ഉണ്ടായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ സാറ് പോകുന്നില്ല? മരണ വീട്ടിലേക്കല്ലേ? ഞാൻ പോകുന്നില്ല. എനിക്ക് അന്തരീക്ഷം പറ്റില്ല സ്വാമി. അവരുടെ കരച്ചിലും വിഷമവും അവിടെയുള്ളവരുടെ വിഷമം കാണാനുള്ള മനഃശക്തി എനിക്കില്ല. കേൾക്കുന്ന വാർത്തകൾ അത്ര സുഖമില്ലാത്ത സാറേ. കൊന്നതാണെന്നും അല്ല സ്വയം ചെയ്തതാണെന്നൊക്കെ മാറി മാറി പറയുന്നുണ്ട്. വാസ്തവം എന്താണെങ്കിലും പോവാനുള്ളവർ പോയി. എന്നാലും എന്തായിരിക്കും സ്വാമി സംഭവിച്ചത്? ആദ്യം സ്തുതി പോയി, പിന്നെ ഇപ്പം മനോഹരൻ. മരിച്ചില്ലെങ്കിലും മരിച്ചതുപോലെ ആയില്ലേ? ഇപ്പോൾ ഇതാ നിത്യ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാരാണ്? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയം ഉണ്ടെങ്കിലും അതൊന്നും പുറത്തു പറയാൻ പാടില്ല. അന്വേഷണം നടക്കട്ടെ. അപ്പോൾ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമല്ലോ. എനിക്കാ ശരത്തിനെയാ സംശയം. കാഞ്ചന നിന്നോട് ചോദിച്ചില്ല. നീ മിണ്ടാതൊരു ഭാഗത്തിരുന്നോ? വായി തോന്നുന്നതൊക്കെ വിളിച്ചു പോയാലേ അകത്ത് കിടക്കേണ്ടി വരുന്നത് നീ തന്നെയായിരിക്കും. ഞാൻ വേറെ ആരോടും അല്ലല്ലോ പറഞ്ഞത്, ഏട്ടനോടല്ലേ. എനിക്ക് കേൾക്കണ്ട നിന്റെ മണ്ടത്തരങ്ങൾ. തെളിവ് വല്ലതും ഉണ്ടോ നിന്റെ കയ്യിൽ? അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് തോന്നുന്നതെല്ലാം വിളിച്ചു പറയാനുള്ള സമയമല്ല ഇതൊന്നും. ഞങ്ങൾക്കും പലരും സംശയമുണ്ട് എന്ന് വെച്ച് അത് വിളിച്ച് പറയുന്നുണ്ടോ? പറയാതിരിക്കുന്ന വിവേകം കൊണ്ടാ. മരിച്ചിരിക്കുന്നത് ഒരു പെൺകുട്ടിയാ. ആ കുട്ടിക്ക് നാളെ ഒരു ദുഷ്പേരുണ്ടാവാൻ പാടില്ല. സ്വാമി എന്നെ ഉപദേശിക്കണ്ട. ഞാൻ കാരണം ആർക്കും ഒരു ചീത്തപ്പേരും ഉണ്ടാവാൻ പോകുന്നില്ല. ശരത്തിനെ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം, അല്ലേ സ്വാമി? സാറേ, ശരത്ത് കെട്ടായിരുന്ന പെണ്ണ. അങ്ങനെ ഒരാളോട് ആരെങ്കിലും ഇത് ചെയ്യൂ? അതും ശരിയാണ്. എന്തായാലും സത്യം അധികകാലമൊന്നും മറച്ചു വെക്കാൻ ആർക്കും പറ്റില്ല. അതെന്നാണെങ്കിലും പുറത്തു വരും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. എന്താ മോനെ, ഞാനൊരു വാർത്ത കേട്ടു. അത് ശരിയാണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ശരിയാണമ്മേ, നിത്യ പോയി. ഈശ്വര, എന്തു പറ്റിയതാ മോനെ? അറിയില്ലമ്മേ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. ഈശ്വര, ഇതെങ്ങനെ പാർവതി സഹിക്കും? ദേവിക എവിടെയുണ്ട്? വീട്ടിലാ. എനിക്ക് അവളെ ഒന്ന് കാണണമല്ലോ മോനെ. എനിക്ക് അവളെ ആശ്വസിപ്പിക്കണം. തൽക്കാലം അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. നമ്മളെ കണ്ട ചിലപ്പോ നിത്യയുടെ അമ്മയും മുത്തശ്ശിയും എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അതിനും നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതെ, എന്നാലും വേണ്ടമ്മേ. അമ്മ മാത്രമല്ല, പൊന്നുമണിയും പോകണ്ട. വിവരം അറിഞ്ഞ് അവള് ചിലപ്പോ പോകാൻ നോക്കും. അപ്പോ അമ്മ വേണം തടയാൻ. അവളവിടെ ചെന്നാലും ശരിയാവില്ല. ശരി മോനെ. എല്ലാരും വിഷമത്തിലാ അമ്മേ. നിത്യയ്ക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. വിവരങ്ങള് ഞാൻ അപ്പപ്പോ അറിയിച്ചോളാം. പാവം ദേവിക, അവൾക്കൊരിക്കലും ഇത് താങ്ങാൻ പറ്റില്ല. അതെ അമ്മേ, ദേവികയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുക ഞങ്ങള്.
ഞാൻ വിളിച്ചിരുന്നു മോൻ അവളെ കാണുമ്പോ ഒന്ന് പറയണേ. നീ തടഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വന്നേനെ. ഒരു മരണം നടക്കുമ്പോ പോകാതിരിക്കുന്നത് മോശമല്ലേ? സാഹചര്യം ഇതായതുകൊണ്ട് അമ്മേ. ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എന്തിനാ വെറുതെ? അത് ശരിയാ. പാർവതി ചൊരുക്ക് തീർക്കാൻ നോക്കിയ പ്രശ്നമാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പറയുന്നതിന്റെ അപകടം. എന്നാ മോൻ വെച്ചോ, ഇങ്ങോട്ട് വിളിക്കണേ. ശരി അമ്മേ. ശരി മോനെ. ആ വാർത്ത കേട്ട ഷോക്കിലായിരിക്കും അച്ഛൻ എണീറ്റതല്ലേ? ഇങ്ങനൊരു സാധ്യത അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പെട്ടെന്നായിരിക്കും അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞിരുന്നു. മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ. മനോഹരേട്ടന് എന്നെ മനസ്സിലായോ? മനസ്സിലായെന്ന് തോന്നുന്നു. അച്ഛനെല്ലാം മനസ്സിലാവും. എല്ലാം. ദേവിക ഒന്ന് വരൂ. എന്താ ദേവിയെ പറ്റിയത്? മോൻ വിളിച്ചപ്പൊന്നും പറഞ്ഞില്ല. അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. അവൻ അതിന്റെ സങ്കടത്തിലായിരുന്നു. എങ്ങനെ? അല്ല, അവന്റെ തൊണ്ടയൊക്കെ ഇടറുന്നുണ്ടായിരുന്നു. വിവരം കേട്ടപ്പോ ഞാൻ തകർന്നു പോയി മോളെ. എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിത്യമോള് നമ്മളെയൊക്കെ വിട്ടുപോയിന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ണീര് ആത്മാർത്ഥമായിട്ട് വന്നതാണെങ്കിൽ